Что, Саров? Его не надо! Ема! Не хочу! أشهد أن لا إله إلا الله أشهد أن لا إله إلا الله. ഇറാനെ വീണ്ടും ആക്രമിച്ച് അമേരിക്ക. തിരിച്ച് ഇറാൻ കുവൈറ്റിലോട്ടും ബഹ്റൈനിലോട്ടും വിട്ട 3 ഡ്രോണുകൾ അമേരിക്കൻ്റെ ഇൻ്റർസെപ്റ്റേഴ്സ്, അതായത് മിസൈൽ ഇൻ്റർസെപ്റ്റേഴ്സ് തകർത്തതായിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടു അല്ലേ. സത്യത്തിൽ കുവൈറ്റിലുള്ള ആൾക്കാർക്കറിയാം അങ്ങോട്ട് 3 ഡ്രോണുകളാണോ വന്നത്, അതിന് 30 ഡ്രോണുകളാണോ വന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, അങ്ങോട്ട് വന്നിട്ടുള്ള ഡ്രോണുകളിലൊന്ന് കുവൈറ്റിലെ അമേരിക്കൻ മിസൈൽ ഇൻ്റർസെപ്റ്റർ ആയിട്ടുള്ള പാട്രിയറ്റിനെ പൊളിച്ചു കളയുന്ന ഒരു ദൃശ്യം കൂടെ ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. സത്യത്തിൽ അമേരിക്ക വിചാരിച്ചു അതായത് ഒരു ആക്രമണം അങ്ങോട്ട് ഇറാനിലോട്ട് നടത്താം. അത് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പത്തെ ആക്രമണത്തിൻ്റെ അവസ്ഥ. ജസ്റ്റ് അവിടുത്തെ ഏതെങ്കിലും ഒരു ഐലൻഡിലോട്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ടോ 1-2 ആക്രമണങ്ങൾ നടത്തും. അതിനുശേഷം ഇറാൻ തിരിച്ചടിച്ചിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ട്രംപ് വന്ന് ഒരു പോസ്റ്റ് അങ്ങനെ ഇടും, അതെ ഞങ്ങൾ അവസാനത്തെ അടിയും ഇറാൻ ഞങ്ങൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇതോടുകൂടി ഇറാൻ തീർന്നു, ഞങ്ങൾ യുദ്ധം ജയിച്ചു. പക്ഷേ അത് നടക്കുന്നില്ല. അമേരിക്ക ഒരു ഗ്യാപ്പ് കിട്ടി 1-2 മിസൈൽ അല്ലെങ്കിൽ അറ്റാക്ക് ഇതേപോലെ നടത്തും, ഇറാൻ തിരിച്ചും മറിച്ചും തിരിച്ച് ആക്രമിക്കും. അതോടുകൂടി അമേരിക്കയ്ക്ക് ആ ഒരു വാദം പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം അമേരിക്ക ഉള്ളത്. ഏതാണെങ്കിലും ഇസ്രായേൽ ലെബനോനിൽ അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ച് പറ്റുന്ന രീതിയിൽ ഹിസ്ബുള്ള ഇസ്രായേലെ തിരിച്ചടിക്കുന്നുണ്ട്. അതവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ. യുദ്ധത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ വാർത്തയിൽ കണ്ടതോ കേട്ടതോ അല്ല, അതിൻ്റെ അപ്പുറത്തോട്ട് കുറേ കാര്യങ്ങൾ ഈ സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾ, ഇത് കുവൈറ്റിൽ ഇന്നലെ രാത്രി, അതായത് അമേരിക്ക കൊഷം ഐലൻഡിലോട്ട്, ഇറാൻ്റെ ഐലൻഡിലോട്ട് ആക്രമണം നടത്തി. അതിനുശേഷം ഇറാൻ തിരിച്ച് കുവൈറ്റിലോട്ടും ബഹ്റൈനിലോട്ടുമാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, അമേരിക്കയുടെ 5th ഫ്ലീറ്റിലോട്ടും കൂടെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലും കൂടെ ആക്രമണം നടത്തിയെന്ന് IRGC പറയുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണുന്നത് കുവൈറ്റിലെ അമേരിക്കയുടെ പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് അല്ലേ, ആ സിസ്റ്റത്തിനെ പോയി അടിക്കുന്ന ഇറാൻ്റെ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകളുടെ വീഡിയോസാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി കത്തുന്ന പോലെ കത്തി പൊളിച്ചു പോകുന്ന സാധനമാണ് അമേരിക്കയുടെ പാട്രിയറ്റ് സിസ്റ്റം. അത് ഇതുവരെ ആരും പുറത്തോട്ട് വിട്ടിട്ടില്ല. പല വാർത്തകളിലും അല്ലെങ്കിൽ വാർത്താ ത്രൂ അത് വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് തന്നെയാണ് ക്ഷീണം. അതുകൊണ്ട് ഈ ഒരു ഇമേജസും അല്ലെങ്കിൽ ഈ വീഡിയോസും പ്രോപ്പറായിട്ട് ഇതുവരെ ഒരു വാർത്താ ചാനലും പുറത്തോട്ട് വിട്ടിട്ടില്ല. ഇതിൻ്റെ യഥാർത്ഥം എന്ന് പറയുന്നത് കുവൈറ്റിൻ്റെ പാട്രിയറ്റ് ഇൻ്റർസെപ്റ്റ് മിസൈൽ തകർന്നു വീഴുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. ആധുനിക വ്യോമ പ്രതിരോധ രംഗത്തെ തന്നെ ഒരു എന്താണ് യഥാർത്ഥ അവസ്ഥ, ഈ പ്രതിരോധ സിസ്റ്റംസ് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് അയൺ ടോം ഉണ്ട്, ഞങ്ങൾക്ക് പാട്രിയറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് താഡ് ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തും ഇറാൻ്റെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും മുമ്പിൽ ഇതിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ ഇസ്രായേലിലും അല്ലെങ്കിൽ UAE-യിലും ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് തന്നെയാണ്. ഇറാൻ്റെ മിസൈലുകൾക്ക് മുമ്പിൽ ഇതിനൊന്നും, അല്ലെങ്കിൽ കൂട്ടത്തോടെ വരുന്ന അറ്റാക്കിൻ്റെ മുമ്പിൽ ഇതിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അമേരിക്കക്ക് അല്ലെങ്കിൽ ഇസ്രായേലിനും മറ്റ് GCC രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ച. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തെളിവ് ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Что, Саров? Ема! Его не надо! Ема! Не хочу! എല്ലാ തരത്തിലുള്ള വെടിനിർത്തൽ കരാറുകളും ലംഘിച്ചിട്ടാണ് ഇപ്പം ഇസ്രായേലും അമേരിക്കയും ലെബനോനിലോട്ടും ഇറാനിലോട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അവർ തന്നെ സീസ് ഫയർ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് ഇറാൻ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ഇറാനെ പിടിച്ചു കൊണ്ടുപോയിട്ട് സീസ് ഫയർ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ കാല് പിടിക്കാൻ സീസ് ഫയർ തരണം എന്നും പറഞ്ഞിട്ട് സീസ് ഫയറിലോട്ട് കാര്യങ്ങൾ എത്തിക്കും. എന്നിട്ട് അതേ രാജ്യങ്ങൾ തന്നെ ഒരു ഉളുപ്പില്ലാണ്ട്, അതായത് പല തന്തക്ക് പറഞ്ഞതിൻ്റെ കുണം കാണിക്കാന്ന് പറഞ്ഞ പോലെ ഒരു ഉളുപ്പില്ലാണ്ട് വീണ്ടും ഈ പറഞ്ഞ ലെബനോനിലോട്ടും ഈ പറഞ്ഞ ഇറാനിലോട്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ ഈ 2 രാജ്യങ്ങൾ, അതായത് തെമ്മാടി രാജ്യങ്ങളായിട്ടുള്ള തന്തയില്ലാത്ത 2 രാജ്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം ഈ ഇറാൻ്റെ കൊഷം ഐലൻഡിലോട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. ഒന്നിലധികം അറ്റാക്ക് കൊഷമിലോട്ടും മറ്റ് പരിസര സ്ഥലങ്ങളിലോട്ടും ടെഹ്റാൻ്റെ ഒരു ഭാഗത്തോട്ടും ഒക്കെ അമേരിക്ക ഇപ്പം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഹോർമോസ് കടലിടുക്കിലെ നിയന്ത്രണം, അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ടെൻഷൻ. അതുപോലെ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത്. മാർക്കോ റൂബിയോ ഇന്നലെ ഒന്ന് പറഞ്ഞത് ഒരു രീതിയിലും, അതായത് ഇപ്പം നിങ്ങൾ തുറക്കുകയാണ്, നിങ്ങൾ ഈ ഹോർമോസ് തുറന്നാൽ പോലും ഞങ്ങൾ നിങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള യുറേനിയം ഒക്കെ ഞങ്ങൾക്ക് വേണം, അതായത് നിങ്ങളുടെ കയ്യിലൊക്കെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ഒരു കാര്യങ്ങളും മാറ്റത്തില്ല, അവസാന യുദ്ധം ഞങ്ങൾ ജയിച്ചെന്ന് ഞങ്ങൾ പറയും വേണം. ഇതാണിപ്പം അമേരിക്ക വാശി പിടിക്കുന്നത്. കാരണം ലോക ഗുണ്ടകൾക്ക് ഇപ്പം ആ ഗുണ്ടായിസം കാണിച്ചിട്ടും നടക്കുന്നില്ല. ഗുണ്ടകളുടെ മൂട്ടിൽ പൊട്ടിക്കുന്ന രീതിയിൽ ഇറാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ. ഇനി കൊഷമിലോട്ടുള്ള ആക്രമണത്തിന്റെ ഭാഗമായിട്ട് കുവൈറ്റിലോട്ടും ബഹ്റൈനിലോട്ടുമാണ് ഏറ്റവും കൂടുതൽ
ഇറാന്റെ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്. കാരണം ഈ 2 സ്ഥലങ്ങൾ വെച്ചിട്ടാണ് ഇവിടുത്തെ US എയർബേസിനാണ് ഇപ്പം ഇറാൻ ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 സ്ഥലങ്ങളിലെ എയർബേസുകൾ ഇറാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങോട്ട് മിസൈലുകളും ഡ്രോണുകളും 1, 2, 3 അല്ല 10, 15 അല്ല അതിൻ്റെ മേലെ ഇറാൻ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് വീഡിയോസ് പല ആംഗിളിൽ പല സ്ഥലത്തു നിന്നുള്ള വീഡിയോസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിൽ പൊട്ടി വീണിട്ട് സാധാരണ ജനങ്ങൾ താമസിക്കുന്ന കുവൈറ്റിലെ പല സ്ഥലങ്ങളിലോട്ടും അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണിട്ടുണ്ട്. ആർക്കെങ്കിലും പരിക്കോ കാര്യങ്ങളൊക്കെ ഇനി പുറത്തോട്ട് വരണം. ഇതുവരെ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്തോട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്താണെങ്കിലും ഇറാന്റെ IRGC പറഞ്ഞിട്ടുള്ളത് വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ഖാൻ അതുപോലെ തന്നെ അലി അൽ സലാം എന്നീ എയർബേസുകളിലോട്ടാണ് 2 തരംഗങ്ങളായിട്ടാണ് ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ സൗദി UAE എന്നീ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് IRGC. അതായത് അവരും കൂടെ ഇതിന്റെ ഭാഗമാകുന്നുണ്ടോ എന്ന് IRGCക്ക് ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി കൊണ്ടും അതുപോലെ തന്നെ UAE കൊണ്ടും ഒന്ന് കരുതി ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് നേരത്തും ചിലപ്പം അടി വന്നുകൂടായില്ല എന്ന് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. അതായത് അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാൻ പറഞ്ഞിട്ടുള്ള IRGC കൊടുത്തിട്ടുള്ള ഒരു ഔദ്യോഗിക പ്രസ്താവന വന്നിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിരുന്നു. ഇനി അടിച്ച് ഓടുന്ന ആ ഒരു കളി ഇനി നടക്കില്ല. അതാണ് ഈ ഹിറ്റ് ആൻഡ് റൺ എന്നുള്ള പരിപാടി ഇനി നടക്കില്ല. തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഓരോ ആക്രമണത്തിനും 1.5 ഇരട്ടി, അതായത് 1.5 ടൈംസ് ഹാർഡർ ദാൻ നിങ്ങൾ ഞങ്ങളെ മേലടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.5 അടി ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം കൂടെ IRGC ഇപ്പം അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ലാസ്റ്റൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ യുദ്ധമായിരുന്നു. ഒരു അടി അങ്ങോട്ട് ഇറാൻ അങ്ങോട്ട് അടിച്ചു, ഇറാൻ തിരിച്ചപ്പം ഖത്തറിലോട്ട് അടിച്ചു. അതോടുകൂടി അടിയൊക്കെ കഴിഞ്ഞു, നമ്മൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇരുന്ന് അന്ന് വിഡ്രോ ചെയ്ത് പോയിരുന്നു. അതേ പരിപാടിയാണ് അമേരിക്ക ഇവിടെ ട്രൈ ചെയ്യുന്നത്. പെട്ടെന്ന് അങ്ങ് അടിച്ച് ഓടി, ആ യുദ്ധം കഴിഞ്ഞിട്ടോ ഞങ്ങൾ ജയിച്ചിട്ടോ എന്ന് പറഞ്ഞ പരിപാടി നടക്കില്ല. നിങ്ങൾ 1 അടിച്ചു കഴിഞ്ഞാൽ 1.5 നിങ്ങൾക്ക് തിരിച്ചടിക്കും എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി അത് മാത്രമൊന്നുമില്ല, അമേരിക്ക അതുപോലെ തന്നെ ഈ ബോസ്നിയയുടെ പതാകയുള്ള MT ലെക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എണ്ണ കപ്പലിന് നേരെ ഫയർ ചെയ്തിട്ടുണ്ട്, മിസൈൽ ഫയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻജിൻ ഭാഗങ്ങൾ തകർത്തതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല ഇത് ഇറാനിയൻ തുറമുഖത്തോട്ട് നീങ്ങുന്ന ഒരു കപ്പലായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ചില ദൃശ്യങ്ങൾ ഇപ്പം പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധത്തിന് ശേഷം ഇതുവരെ 6 വാണിജ്യ കപ്പലുകളാണ് നിർവീര്യമാക്കിയിട്ടുള്ളത്, അതായത് തകർത്ത് കളഞ്ഞിട്ടുള്ളത്. 122 എണ്ണം തിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി അമേരിക്കയുടെ മുൻ ബോംബാക്രമണങ്ങൾ തകർന്നിട്ടുള്ള ഇറാന്റെ 50-ലധികം, അതായത് 50-ലധികം, മൊത്തം 69 തുരങ്ക കവാടങ്ങളിൽ 50-ലധികം തുരങ്ക കവാടങ്ങളും ഇറാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും തിരിച്ചടിക്കാനുള്ള അവസ്ഥകളിലോട്ട് എത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലും ഇറാന്റെ ഭൂഗർഭ താവളത്തെ പൂർണ്ണമായിട്ട് തകർക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നമ്മൾ 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഏതൊക്കെ രീതിയിലുള്ള ബോംബുകൾ കൊണ്ടിട്ടും ഇറാന്റെ ഭൂഗർഭ അറകളിലോട്ടൊന്നും അമേരിക്കയുടെ, അതായത് ആ ഒരു കവാടം പൊളിക്കാൻ പറ്റുന്നുണ്ട്. അത് വിത്തിൻ ഡേയ്സിൽ ഇറാൻ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് ഇപ്പം ഇറാന്റെ ശക്തി ഓരോ ദിവസം കൂടി വരിക എന്ന് പറയാനുള്ള യഥാർത്ഥ കാരണങ്ങൾ. എന്താണെങ്കിലും യുദ്ധം അവസാനിച്ചു ഒക്കെ പറയുന്ന സമയത്തും ഇപ്പോഴും ഒരു സൈഡിൽ യുദ്ധം നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ ചർച്ചയുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രവാസികളോട് വീണ്ടും അവിടെയുള്ള കുവൈറ്റിലും ബഹ്റൈനിലൊക്കെ ആളുകൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരുന്നോളാം. കാരണം അങ്ങോട്ടുള്ള ആക്രമണത്തിലൊന്നും ഒരു കുറവും ഇറാൻ വരുത്തിയിട്ടില്ല. കാരണം ഇറാനെ ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വളരെ മറന്നുകൊണ്ട് ഇറാനെ ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ബേസുകളിൽ ഇരുന്നിട്ട് തന്നെയാണ് അമേരിക്ക അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ അടിക്കുന്നത്. ഇറാൻ ഈ പറഞ്ഞ ഒരു സ്ഥലങ്ങളിട്ടും സ്വമേധയാ പോയി വന്നിട്ടോ അടിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം ഒന്നിനും ഒരു പരിഹാരം അല്ലെങ്കിലും, ലോക സമാധാനം നഷ്ടപ്പെടും എന്നുണ്ടെങ്കിലും ഒരു മാറ്റമില്ലാണ്ട് ഇത് മുന്നോട്ട് പോവാണ്. എല്ലാം കൊണ്ടും ഇതൊരു എന്താ പറയുക, ലോക ജനതയ്ക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ അറിയുന്നുണ്ട്. പല രീതിയിലാണ് നമ്മൾ അറിയുന്നതെങ്കിലും അത് എല്ലാവർക്കും അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇതിനൊക്കെ കാരണഭൂതന്മാരായിട്ടുള്ള 2 ഭൂതങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മിസൈൽ ആ തല എടുത്തിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ തീർന്നേനെ അല്ലേ? സത്യം. അതിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ആവശ്യമാണ്.